നാവിടേക്ക്. ഹായ്, ഐ എം വൈഗ സിബി, എ യു എക്സ് യു ഐ ഡിസൈനർ അറ്റ് ഗസ്റ്റിഫൈ. ഞാൻ ഫ്രോഗ് സ്കൂളിൽ വന്നതിന് ശേഷം എൻ്റെ ജേർണി പറയാന്നുണ്ടെങ്കിൽ ഞാനൊരു BCA ഗ്രാജുവേഷന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം UX UI എന്താണെന്ന് ഐഡിയ ഉണ്ടെന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് റൈസിനെ കറക്റ്റായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്താണ് UX UI, UXൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ കയ്യിലൊരു 3 to 4 പ്രോജക്ട്സ് ഉണ്ടായി. അപ്പം ഞാനിപ്പം റീസെൻ്റ്ലി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഇൻ്റർവ്യൂസിലും മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഞങ്ങൾ സൂപ്പർ ടാലൻസിനെ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഹയറിംഗ് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യാണ്, റൈറ്റ് ടാലൻസിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ആപ്പാണ്. അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ UX തിങ്കിങ് കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് എൻ്റെ ഓരോ ഇൻ്റർവ്യൂ എനിക്ക് ക്രാക്ക് ആയ പോലെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കയറിയപ്പോഴും ഞങ്ങൾ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സൂപ്പർ ടാലൻസിനെ പറ്റിയിട്ടായിരുന്നു. സൂപ്പർ ടാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഹയറിംഗ് മാനേജേഴ്സിനെ റൈറ്റ് ടാലൻറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഇപ്പോൾ പലതരത്തിലുള്ള ഡിസൈനേഴ്സ് ഉണ്ടാവും. അവർക്ക് അവരുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്, പോർട്ട്ഫോളിയോ ഈസ് യൂഷ്വൽ റൈറ്റ്. അപ്പം എല്ലായിടത്തും പല പോർട്ട്ഫോളിയോസും റെഫറൻസും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ മോർ ദൻ ദാറ്റ് UX എന്ന് പറയുന്നത് ഒരു മെയിൻ റോളാണ്. UXനെ പറ്റി നമുക്കുള്ള കേസ് സ്റ്റഡീസ്, നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ യൂസർ റിസർച്ച്, ഈ കാര്യങ്ങളെല്ലാം കൂടി നമുക്കൊരു കേസ് സ്റ്റഡി ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് അത് കണ്ടിട്ട് ഹയറിംഗ് മാനേജേഴ്സിന് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സൂപ്പർ ടാലൻസ്. ഫ്രോഗ് സ്കൂളിനെ പറ്റിയിട്ട് ഇപ്പം എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പറയാനുള്ള ഇപ്പം ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഫ്രോഗ് സ്കൂൾ ആൻഡ് റൈസ് ഇല്ലെങ്കിൽ എനിക്ക് ശരിക്കും UX UI ഒരു കരിയർ തന്നെ ഉണ്ടാവില്ല. കാരണം ഞാൻ അത്രയും കൺഫ്യൂഷൻസ് ആയിട്ടാണ് റൈസിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. BCA കഴിഞ്ഞിട്ട് ഞാൻ UX UI ചൂസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 3 months ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായി. ആ ടൈമിൽ UX UI പറ്റി അറിയാൻ പറ്റി. അവിടെ നിന്ന് ചെറുതായിട്ട് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടായി. സോ എനിക്ക് മനസ്സിലായി എനിക്ക് UX UI ആയിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം കേരളത്തിൽ UX UI എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. സോ പല തരത്തിലുള്ള ഒരു നെഗറ്റീവ്സ് എൻ്റെ ഭാഗത്ത്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നിടത്ത് നിന്നുണ്ടായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ റൈസിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ UX UI ചൂസ് ചെയ്തത്. വൈ ഫ്രോഗ് സ്കൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രോഗ് സ്കൂൾ മെയിനായിട്ട് ഒരു ടീമാണ്. ആ ടീമിൽ വന്നിരിക്കുമ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് ടീച്ചർ ആ ഒരു മെൻറ്റർഷിപ്പ് അല്ല അവിടെ നടക്കുന്നത്. ലൈക്ക് റൈസിൻ്റെ ഫ്രണ്ടായിരുന്നു, എനിക്ക് റൈസും ഫ്രണ്ടായിരുന്നു. കാരണം അപ്പം നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ പല പൊട്ട ഡൗട്ടുകൾക്കും റൈസ് ഒരു കുഴപ്പമില്ലാതെ അന്നും മറുപടി പറയുന്നുണ്ട്, ഇന്നും മറുപടി പറയുന്നുണ്ട്. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടുതലും ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അനന്തരം ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് കാംബോട്ടാണ്. കാംബോട്ട് ഇറ്റ്സ് ബേസിക്കലി എ മെൻ്റൽ വെൽനസ് ആപ്പ്. ആ ആപ്പിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടില്ല, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ കുറക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പലതരം ആപ്പ് ഉണ്ട്. അതുപോലെ അതിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ ഓൺ ബോർഡിങ്ങിൽ ഭയങ്കര സ്മൂത്തായിട്ടൊരു ഫ്ലോ കൊടുത്ത് ഇങ്ങനെ പ്രശ്നമുള്ളവരും ഓൺ ബോർഡിങ്ങിൽ ക്വിറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് പല കോമ്പറ്റീറ്റർ അനാലിസിസ് നടത്തിയപ്പോൾ മനസ്സിലായി. അതിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കിയിട്ട് ഓൺ ബോർഡിങ് വളരെ സ്മൂത്തായിട്ട് ചെയ്തിട്ടൊരു ഹെൽത്ത് ആൻഡ് വെൽനസ് ആപ്പ് ബിൽഡ് ചെയ്തതാണ്.